ആയുസ് എന്നാണ്. എൻ്റെ സ്ഥലം അങ്കമാലിയാണ്. ഒരു 1 ഇയറിന് മുമ്പ് എനിക്കൊരു സിവിയറായിട്ടൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു. അപ്പോൾ ആ ഒരു ആക്സിഡൻറ്റ് ഭയങ്കര ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. ആക്ച്വലി എൻ്റെ കാലും എൻ്റെ എല്ലും തമ്മിൽ വേർപെട്ട് പോയി. ആ ഒരു കണ്ടീഷനിലായിരുന്നു എനിക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചപ്പോൾ പറ്റിയത്. എന്നെ എടുത്ത് കാറിലോട്ട് കയറ്റാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു ആക്ച്വലി അത്. ഓൾറെഡി അതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി ബ്ലഡ് ലോസും കാര്യങ്ങളൊക്കെ ഓവറായിട്ട് ആയിപ്പോയി. പക്ഷേ ആംബുലൻസ് എല്ലാം വന്ന് ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴത്തേക്കും എൻ്റെ ഒരു കണ്ടീഷൻ വളരെ മോശമായിരുന്നു. ഞാൻ അൺകോൺഷ്യസ് ആയിരുന്നു ഓൾറെഡി ഇവിടെ എത്തിയപ്പോഴത്തേക്കും. ഒത്തിരി വളരെ ബുദ്ധിമുട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു എനിക്കത് ആക്ച്വലി. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ അരവിന്ദ് വിജയൻ സാർ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. സാറിൻ്റെ ടീം അന്ന് രാത്രി തന്നെ കുറേ സർജറികൾ കാര്യങ്ങൾ എല്ലാം ചെയ്തു. എന്നെ തിരിച്ച് ലൈഫിലോട്ട് കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു സിറ്റുവേഷനിലായിരുന്നു ഞാനിവിടെ ആക്ച്വലി വന്ന സമയത്ത്. പക്ഷേ അരുൺ സാറും സാറിൻ്റെ ടീമും എല്ലാം ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അവർ ഭയങ്കര കെയറിങ് ആയിരുന്നു. അവർ എപ്പോഴും കാര്യങ്ങൾ അന്വേഷിക്കും, കാര്യങ്ങൾ പറയും. അത്രയും നമ്മൾ ഭയങ്കരമായിട്ട് ഒരു സ്ട്രേഞ്ചർ ഒരു ഫീല് നമുക്ക് കിട്ടിയിട്ടില്ല. ഇവിടെ ഒന്നൊരു സാറിൻ്റെ അടുത്തുനിന്നും സ്റ്റാഫുകളുടെ അടുത്തുനിന്നും ഒന്നും കിട്ടിയിട്ടില്ല. എസ്പെഷ്യലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ നേഴ്സിംഗ് ടീമെല്ലാം ഞാൻ ICUലായിരുന്ന സമയത്തൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു അവർ. എൻ്റെ മൈൻഡ് സെറ്റ് ആ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് പോയി, എൻ്റെ കാല് മൊത്തം അര മുതൽ ഫുള്ള് എനിക്ക് ഇഞ്ചുറിയാണ്. അര മുതൽ എൻ്റെ കാല് ഫുള്ള് ഓപ്പണപ്പായി പോയി. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു ഞാനിവിടെ വന്ന സമയത്ത്. ഇനി ഞാൻ എന്ത് ചെയ്യും? എനിക്ക് നടക്കാൻ പറ്റുമോ? എൻ്റെ ഒരു ലൈഫ് ഇനി എന്തായി? ഇനി ഒരു ഡിസേബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ ഞാൻ പോകേണ്ടി വരുമോ? എൻ്റെ വന്ന സമയത്ത് കാല് മുറിച്ച് കളയേണ്ട ഒരു സിറ്റുവേഷൻ പോലെ ആയിരുന്നു ഞാനിവിടെ എത്തിയ സമയത്ത്. കാരണം അത്രത്തോളം ബ്ലഡ് ലോസ് ഉണ്ടായിരുന്നു. എന്നെ കൊണ്ടുവരാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു ശരിക്കും. വണ്ടിയിലൊന്നും കയറ്റി വെക്കാൻ പറ്റില്ല എന്നെ. രണ്ടും സെപ്പറേറ്റഡ് ആയിപ്പോയി. ഇവിടെ വന്നു. സാറ് ടീം, അരുൺ സാറ്, എല്ലാവരും സാറിൻ്റെ കൂടെയുള്ള കുറച്ച് ടീം എല്ലാവരും ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. സർജറി കാര്യങ്ങളെല്ലാം അവർ ചെയ്തു. പിന്നെ നേഴ്സിംഗ് ടീം സ്പെഷ്യലി അവരും ഭയങ്കര ഒരു സപ്പോർട്ടിങ് ആയിരുന്നു. അവർ എന്നെ മെൻ്റലി ഒത്തിരി ബുദ്ധിമുട്ടിയ ഒരു സമയത്ത് എനിക്ക് ബോധം വന്ന സമയത്ത് ഞാൻ വെന്റിലേറ്ററിലായിരുന്നു. ICU ആ ഒരു സമയത്തൊക്കെ എന്നെ അവർ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. എന്നോട് എപ്പോഴും സംസാരിക്കും, എൻ്റെ കാര്യങ്ങൾ എപ്പോഴും ചോദിക്കും. മേഘ എന്ന് പറഞ്ഞൊരു സ്പെഷ്യലി നേഴ്സ് ഉണ്ടായിരുന്നു എൻ്റെ കാര്യങ്ങളൊക്കെ എന്നെ നോക്കാനും ടേക്ക് കെയർ ചെയ്യാനായിട്ട്. ആളൊക്കെ ഭയങ്കര ഒത്തിരി എന്നെ മെൻ്റലി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ വേദനേനെക്കാട്ടും ഉപരി എനിക്ക് ഒരു സപ്പോർട്ടും കൂടെ കിട്ടിയിട്ടുണ്ട് നേഴ്സുമാരുടെ സൈഡിൽ നിന്ന്. സ്പെഷ്യലി മേഘ, പിന്നെ സാറിൻ്റെ അരുൺ സാറൊക്കെ എപ്പോഴും അന്വേഷിക്കും, ഭയങ്കര സപ്പോർട്ട് തരും, സംസാരിക്കും, എപ്പോഴും കാര്യങ്ങളൊക്കെ ചോദിക്കും. എല്ലാം ശരിയാകും എന്ന് അവർ പറയുമ്പോൾ സ്പെഷ്യലി നമുക്കും നമ്മുടെ മനസ്സിനൊരു ഹാപ്പിനെസ് അത്. ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്ന ഒരു ടൈംസിൽ തന്നെ സാറ് കാര്യങ്ങളൊക്കെ ചോദിക്കാം. എനിക്ക് ഓപ്പണപ്പായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് ഓപ്പണായിട്ട് കാര്യങ്ങൾ സാറിൻ്റെ അടുത്ത് ചോദിക്കും. സാർ എന്നോടും മറുപടി കാര്യങ്ങളൊക്കെ പറയും. പേഴ്സണലി നല്ലൊരു ബോണ്ട് ഞാനും സാറും തമ്മിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരെ എത്തി. ഇപ്പോൾ എനിക്ക് നടക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന സാഹചര്യം, എൻ്റെ കാല് തിരിച്ച് കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു സാഹചര്യത്തിൽ നിന്നിട്ട് ഇപ്പോൾ 1 ഇയർ ആയി. 1 ഇയർ ആയപ്പോഴത്തേക്കും ഞാനിപ്പോൾ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ സ്പോർട്സ് കാര്യങ്ങൾ ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് തുടങ്ങി. ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാനും നടക്കാനും അത്യാവശ്യം കാര്യങ്ങൾക്കൊക്കെ ഞാനിപ്പോൾ പോയി തുടങ്ങി. ഇതെല്ലാം ചെയ്തത് ഈ പറഞ്ഞ പോലെ എൻ്റെ ലൈഫ് എനിക്ക് തിരിച്ച് കിട്ടി, എനിക്ക് നടക്കാൻ എന്നെ ഇത്രയും ഒരു പ്രാപ്തിയാക്കിയത് അരുൺ സാറും സാറിൻ്റെ കൂടെയുള്ള കുറേ ഡോക്ടേഴ്സും സ്റ്റാഫുകളും എല്ലാവരും ആണ്. അതുകൊണ്ട് വലിയൊരു താങ്ക് യു സാറിനോട് ഈ സമയത്ത് എനിക്ക് പറയണം. കാരണം പറഞ്ഞില്ലെങ്കിൽ അത് ഭയങ്കര മോശമായി പോകും. കാരണം
ഒരു ലൈഫ് തിരിച്ച് കിട്ടുകയോ ഇല്ലയോ എന്നുള്ളൊരു സിറ്റുവേഷനിൽ നിന്നിട്ട് എൻ്റെ ലൈഫ് എനിക്ക് തിരിച്ച് തന്നതിന് ഒത്തിരി താങ്ക്സ് പറഞ്ഞേ പറ്റുള്ളൂ സാറിനോട്. പിന്നെ എൻ്റെ ഇവിടുത്തെ ഹോസ്പിറ്റൽ കാര്യങ്ങളെല്ലാം നോക്കി എന്നെ ഹെൽപ്പ് ചെയ്ത കോർഡിനേറ്ററായിട്ടുള്ള സുമിത എന്ന് പറഞ്ഞൊരു മാഡം ഉണ്ട്. മാഡം ഇവിടെ വരുന്ന സമയത്തായാലും എപ്പോഴായാലും ബില്ലിങ്ങിൻ്റെ കാര്യത്തിലായാലും എല്ലാത്തിലായാലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ചില സമയത്ത് ആരും ഇല്ലാതെ വരുന്ന ഒരു സിറ്റുവേഷൻ, കാരണം ഫാമിലി ചില സമയത്ത് വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും, അങ്ങനത്തെ സിറ്റുവേഷനുകളിലും ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആൾ. ഓരോ കാര്യങ്ങൾ നല്ല രീതിയിൽ ഗൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഇന്ന ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇന്ന സമയത്ത് വന്നാൽ മതി, ആ ഒരു കറക്റ്റ് കാര്യങ്ങളെല്ലാം എനിക്ക് ചെയ്തു തന്നിട്ട് ഒത്തിരി ഹെൽപ്പായിരുന്നു എന്നെ സംബന്ധിച്ച്. നേഴ്സിംഗ് ടീം, കോർഡിനേറ്റേഴ്സ് എല്ലാവരും, സ്പെഷ്യലി അരവിന്ദ് സാറിനെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം ഇങ്ങനെ എനിക്കൊരു ലൈഫ് തിരിച്ച് തന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്.